സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണുന്നവരെല്ലാം പറയും കടിഞ്ഞൂലാണെങ്കിലും രണ്ടാളുടെ വയറുണ്ടല്ലോന്ന്. അപ്പൊ ഒന്ന് ചിരിച്ചിട്ട് സാറ് പറയും, ദൈവം എന്ത് തന്നാലും സ്വീകരിക്കും, എത്ര തന്നാലും സ്വീകരിക്കുമെന്ന്. ഒരുപക്ഷെ സ്കാനിംഗ് നടത്തിയിരുന്നെങ്കിൽ ഗർഭത്തിലെ കോംപ്ലിക്കേഷൻസ് കണ്ടുപിടിക്കാമായിരുന്നു. എന്നാ സാറ് എപ്പോഴും ജീവനോടെ ഉണ്ടാവുമായിരുന്നു. ഹലോ ഹലോ ജോൺസാ. മുരളിയോ? ആ അതെ. ഇതേതാ നമ്പർ? ഇതിവിടത്തെ നമ്പരാ, മറ്റേത് വേറെ സിം അല്ലേ. ഇയാളെപ്പറ്റി ഇന്ന് ഇങ്ങോട്ട് ഒന്ന് ലാൻഡ് ചെയ്തേ ഉള്ളൂ. വന്നപ്പോ ഇയാളെയും ഫാമിലി ഒന്ന് വിളിക്കാന്ന് വിചാരിച്ചു. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള്? വിശേഷങ്ങൾ പറയാനാണ് ഒരുപാടുണ്ട്. ഒക്കെ നേരിട്ട് പറയാനുള്ളതാ. നേരിട്ടോ? ആ നാളെ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വരില്ലേ? ഞങ്ങള് 8445 കിലോമീറ്റർ ഫ്ലൈറ്റിൽ പറന്ന് എനിക്ക് ഇവിടെ വരെ വരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഇത്രയിടം വരെ വന്നാൽ എന്താ കുഴപ്പം? അല്ല, ഇപ്പൊ നാളെ എന്ന് പറഞ്ഞ നാളെ ഇവിടെ ചെറിയൊരു വിശേഷമുണ്ട്. അതുകൊണ്ട് കൂടിയാ സകുടുംബം ക്ഷണിക്കുന്നത്. അല്ല, അത് പിന്നെ എത്ര നാളായി ജോൺസാ നമ്മളെല്ലാവരും കൂടെ ഒന്ന് കൂടിയിട്ട്. കുട്ടികൾക്ക് ഒരു സന്തോഷല്ലേ. ഇനി തടസ്സമൊന്നും പറയരുത്. അപ്പൊ പറഞ്ഞ പോലെ നാളെ നേരിട്ട് കാണാം. അല്ല മുരളി, അത് ഹലോ, കട്ടായി. എന്താ ചായ? അവരോട് ജുവൽ മോളുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞെങ്കിൽ ഉറപ്പായിട്ടും വന്നേനെ. വരാതിരിക്കാനും മതി. മുരളിയേട്ടൻ പറഞ്ഞതുപോലെ ഇത്തിരി കോംപ്ലക്സ് ഉള്ള ആളാ ജോൺസൺ. മുരളിയേട്ടന് ഒരു സംശയം വേണ്ട, നാളെ അവരിവിടെ എത്തിയിരിക്കും. കുട്ടികളേക്കാൾ താല്പര്യ ആനി ചേച്ചിക്ക് ഇവിടെ വന്ന് നിൽക്കാൻ. അതിന് വലിയ മാനക്കേടൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെ ക്ഷണിച്ചിട്ടല്ലേ നമ്മള് പോന്നേ. എന്നാലും എന്ത് ഫംഗ്ഷൻ ആണെന്ന് പോലും അറിയാതെ എങ്ങനെയാണ് അവിടെ കയറി ചെല്ലുന്നത്? അതുമല്ല, എന്തെങ്കിലും ചടങ്ങൊക്കെ ആണെങ്കിൽ ഗിഫ്റ്റ് എന്തെങ്കിലും കൈ കരുതണ്ടേ? ചടങ്ങ് എന്താന്ന് പോലും അറിയിക്കാതെ അവര് നമ്മളെ ക്ഷണിക്കുന്നത് അതിനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാ. ഇനി മുതല് രണ്ടു കുടുംബം ഒന്നാണെന്ന് അവര് തന്നെയല്ലേ പറഞ്ഞത്. നമ്മുടെ ഏഞ്ചൽ മോളെ അവര് നോക്കിയതുപോലെ അവരുടെ ജുവൽ മോളെ നമ്മള് നോക്കിയതല്ലേ. ഏഞ്ചൽ മോളുടെ പിറന്നാൾ ആഘോഷിക്കണമെന്ന് കുറച്ചു മുമ്പ് നീ തന്നെയല്ലേ പറഞ്ഞത്. ഒരു കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്യാന്നല്ലേ ഇച്ചായം പറഞ്ഞത്. അതിപ്പോ അവിടെ വെച്ചു ആവാലോ. പിള്ളേരെല്ലാം കൂടി ഒന്നിച്ചാവുമ്പോ അത് അവർക്കും ഒരു സന്തോഷാ. അതും അവരുടെ ചെലവില് അല്ലേ? ഓ, ഒരു കേക്കൊക്കെ അവർക്ക് വലിയ ചെലവാണോ ഇച്ചായ? ദയവ് ചെയ്ത് ഇനി ഇച്ചായന് ഇത്ര ഒരു ഓ എന്റെ അനി, ദയവ് ചെയ്ത് നീ ഇംഗ്ലീഷ് പറയരുത്. നമുക്ക് പോവാ. ഓ നിന്റെ ഇംഗ്ലീഷ് ചുമ്മാ നാണം കെടുത്താൻ. മോളെ, മോളൊന്ന് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. കൊല്ലാനും തിന്നാനൊന്നും അല്ലല്ലോ, നീ ഒന്ന് പേടിക്കാതെ വാ. വാ. എന്താ? നാളെ ജുവലിന്റെ ബർത്ത്ഡേ ആണല്ലേ? അതെ. ജോൺസണും ഫാമിലിയും ഫംഗ്ഷന് വരുന്നുണ്ട്. ഉണ്ട്. അപ്പൊ ആകെ കുഴയുമല്ലോ മോളെ. ഭൂമിയങ്ങളെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നേരിട്ട് പറ. ഇത്രയും സസ്പെൻസ് എന്തിനാ? സസ്പെൻസ് ഇടേണ്ടടുത്ത് സസ്പെൻസ് ഇടുക തന്നെ വേണം മോളെ. അല്ലെങ്കിലേ ചില കാര്യങ്ങൾ ഒറ്റയടിക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല.
ഈ ജോൺസന്റെ മകൾ ഏഞ്ചലിന്റെ ബർത്ത്ഡേ എന്നാന്നറിയോ നിനക്ക്? നാളെ തന്നെയാ. ബർത്ത്ഡേ മാത്രമല്ല, ജനന വർഷവും ഒന്ന് തന്നെയാണ്. 7 വർഷം മുമ്പ് ഒരേ ഹോസ്പിറ്റലിൽ ഒരേ ലേബർ റൂമിനുള്ളിൽ 1-2 മിനിറ്റുകളുടെ മാത്രം വ്യത്യാസത്തിൽ ജോൺസന്റെ ഭാര്യ സാറയും മുരളിയുടെ ഭാര്യ ഇന്ദുലേഖയും അടുത്തടുത്ത ബെഡുകളിൽ ഒരേ മുഖഛായയിൽ ഒരു മറുകിന്റെ പോലും വേർതിരിവില്ലാത്തതുമായ ഓരോ കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. എന്തൊരു വലിയ അതിശയമല്ലേ? അങ്കിൾ എന്താ ആളെ കളിയാക്ക? പൊട്ടിയാവുന്നതിനൊരു അതിര് വേണോടി. ആരാന്റെ കുഞ്ഞ് ചത്ത കേസിൽ പെറ്റ തള്ളയാ നീയും കൂടി കൂട്ടുനിന്ന് ജയിലിലേക്ക് പറഞ്ഞു വിട്ടത്. അത് നിന്റെ ഭർത്താവിന്റെ ആദ്യ ബന്ധത്തിലെ കുഞ്ഞാണെങ്കിലും സമ്മതിച്ചു തരാം. ഇപ്പൊ നീ കെട്ടിപ്പിടിച്ച് കൂടെ കിടത്തി ഉറക്കുന്നതും പാലൂട്ടി വളർത്തുന്നതും അയാളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളുടെ കുഞ്ഞിനെയാ. തലയൊന്ന് പൊന്തിക്കാറാവുമ്പോ അത് തനി കുണം കാണിച്ച് സ്വന്തം തന്തയുടെയും തള്ളയുടെയും കൂടെ ഇറങ്ങിപ്പോവും. അതിനുള്ളിൽ അളവില്ലാത്ത ഈ സ്വത്തും ആ തെരുവ് തെണ്ടിയുടെ ചോരയിൽ പിറന്ന ആ സന്തതിയുടെ പേരിലായിട്ടുണ്ടാവും. പിന്നെ നീ പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് തെണ്ടുന്ന കാഴ്ച കൂടി ഞാൻ കാണേണ്ടി വരും. ജയിക്കാൻ വേണ്ടിയിട്ട് കള്ളം പറഞ്ഞതല്ല ഞാൻ. എല്ലാത്തിനും ഹോസ്പിറ്റൽ രേഖകൾ അടക്കമുള്ള കൃത്യമായ തെളിവുകളുണ്ട്. അതേ മോഹിതേ, ഏഞ്ചലും ജുവലും 2 അമ്മമാർ പ്രസവിച്ച കുഞ്ഞുങ്ങളല്ല, ഒരമ്മ പ്രസവിച്ച ഇരട്ടകൾ. ആ അമ്മ മുരളിയുടെ ഭാര്യ ഇന്ദുലേഖയല്ല, ജോൺസന്റെ ആദ്യ ഭാര്യ സാറയാണ്. വർഷം മുമ്പ് ആ പ്രസവം നടന്ന സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ നീ അറിയും. അന്ന് സാറയുടെയും ഇന്ദുലേഖയുടെയും ഡെലിവറി അറ്റൻഡ് ചെയ്ത ഡോക്ടറെയും, ഡോക്ടർ ശ്രീജ പ്രകാശ്. ആ നെയിം ബോർഡ് നിന്റെ കണ്ണീന്ന് മായാൻ സമയമായിട്ടില്ല. ഇന്ന് നീ കാണാൻ പോയിരുന്നല്ലോ അവരെ. റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു അല്ലേ? അതിന് നീ ഇത്രയ്ക്ക് ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. ഒരു ലാബിൽ നിന്ന് ഒരു ടെസ്റ്റ് റിസൾട്ട് പൊക്കാൻ ഭൂമിനാഥന് ഒരു പൂ പറിക്കുന്നത്ര സുന്ദരമായിട്ട് സാധിക്കും. സത്യം എന്താണെന്ന് വെച്ചാ, നിന്നെ കൊണ്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കില്ലെന്ന്. അതിന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്നു. ഇതിപ്പോ മൊത്തം സ്വത്തും ആ വിഷവിത്തിന്റെ പേരിൽ തന്നെ ചെന്ന് ചേരാൻ പോവാ. പറയേണ്ടതും അറിയേണ്ടതുമായ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നീ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിറന്നാളും പുലോടിയൊക്കെ ആഘോഷിച്ച് മുരളി നാളെ അങ്ങ് പോവും. അവൻ ആ കൊച്ചിന്റെ അടുത്ത് എത്ര ഇഷ്ടമുണ്ടെന്ന് എനിക്കും നിനക്കും അറിയാം. അത് സ്വന്തം വിത്തല്ലാന്ന്, അതായത് ചത്തുപോയ കെട്ടിയോളുടെ മുതലല്ലാന്ന് അവൻ അറിഞ്ഞ ചിലപ്പോ ചങ്ക് പൊട്ടി ചത്തുപോയെന്നവരെ വരും. അതൊന്നും വേണ്ട. ഇതുവരെ നടന്ന പോലൊക്കെ തന്നെ അങ്ങ് മുന്നോട്ട് പോട്ടെ കാര്യങ്ങള്. പക്ഷേ ഭൂമിനാഥൻ ഈ വീടിന്റെയും കുടുംബത്തിന്റെയും പേരിൽ അനുഭവിച്ച നഷ്ടങ്ങൾക്ക്, മാനക്കേടിന് ഒരു ചെറിയ നഷ്ടപരിഹാരം വേണം. അതെന്താണെന്നും എത്രയാണെന്നും ഭൂമിനാഥൻ ഈ മുദ്രപത്രങ്ങളിൽ എഴുതി ചേർക്കും. അത് അന്വേഷിക്കാൻ കുഞ്ഞു വരരുത്. അതിന് താഴെ മുരളിയുടെ ഒരു കുഞ്ഞൊപ്പ് വേണം. അത് നാളെ തന്നെ വേണം താനും. അതെങ്ങനെ സാധിക്കും എന്നുള്ളത് മോളുടെ മിടുക്കാം. ഇരിക്കേ.
ചെയ്തു തരുമല്ലോ അല്ലേ? അല്ലെങ്കിൽ മുരളി അറിയും, നാട്ടുകാര് മുഴുവനും അറിയും. അതങ്ങ് ചെയ്തു കൊടുത്തേരെ മോളെ, അല്ലെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു കളയും. അങ്ങനൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട് നിന്റെ അങ്കിളിന്. നടക്കാനാണെങ്കിൽ നമ്മൾ എന്തിനാ ചായ കാർ പിടിച്ചു വന്നത്? കാറിൽ തന്നെയല്ലേ വന്നത്, ഒരു 10 ചൂട് നടന്നു. ഈ ചായന് എല്ലായിടത്തും വിട്ടുവീഴ്ചയാ. ടാക്സി എന്ന് പറഞ്ഞാ നമ്മള് പറയുന്നിടത്ത് കൊണ്ടുവിടാൻ വേണ്ടിയിട്ടാ കാശ് മുടക്കുന്നത്. ഓ, ഈ റോഡ് നിറച്ച കാറ് കിടക്കുന്നത് നീ കണ്ടില്ല? നീ അവൻ ഇതിനകത്ത് കേറിട്ട് എങ്ങനെ തിരിച്ചുകൊണ്ടു പോവാനാ? അതൊന്നും എനിക്കറിയില്ല, അതൊക്കെ അവന്റെ ജോലിയല്ലേ. നമ്മളൊരു ഗമാൽറ്റിക്ക് വേണ്ടിയല്ലേ കാർ പിടിക്കുന്നത്. ആ ഗമാൽറ്റി ഓൺലൈനിലുള്ള പോക്കൺ ഇംഗ്ലീഷ് എന്ന് പഠിച്ചത്. എന്റെ പൊന്നമ്മച്ചി, ഇവിടെയെങ്കിലും ഇംഗ്ലീഷ് വേണ്ട, വെറുതെ നാണം കെടുത്തല്ലേ. നാണം കെടാനൊന്നും അല്ലടി, ഇത്രയും നല്ല പൊളപ്പൻ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മള് കേറി ചെല്ലുമ്പോ അവര് തന്നെ ഞെട്ടും. അതെ, അവര് ഗിഫ്റ്റ് ആയിട്ട് തന്ന ഡ്രസ്സ് കണ്ടിട്ട് അവരെന്ത് ഞെട്ടാനാ എന്റെ അനി. ഗിഫ്റ്റാണെന്ന് മോഹിതയ്ക്കും മുരളിക്കും അറിയാം, ഗോസ്റ്റിനത് അറിയില്ലല്ലോ ചായ. അതേടാ, ഇന്നത്തെ ചീഫ് ഗോസ്റ്റ് നിന്റെ ആനയമ്മച്ച് തന്നെയാ. ഒന്ന് തൊഴുതേക്ക്. ഒന്ന് വരാമോ? എന്തോ വലിയ ഫംഗ്ഷൻ ആണല്ലോ ഇവിടെ. എത്ര കാലായി കണ്ടിട്ട്, എന്താ ഇവിടെ നിന്ന് അകത്തേക്ക് ചെല്ലും? ആഹാ, മോഹിതേ. ഏഞ്ചലും ജുവലും രണ്ടമ്മമാർ പ്രസവിച്ച കുഞ്ഞുങ്ങളല്ല, ഒരമ്മ പ്രസവിച്ച ഇരട്ടകൾ. ആ അമ്മ മുരളിയുടെ ഭാര്യ ഇന്ദുലേഖയല്ല, ജോൺസന്റെ ആദ്യ ഭാര്യ സാറയാണ്. മോഹിതേ, ഇത് ഞങ്ങളാ, ആനിയും ഫാമിലിയും. ഇന്ന് എന്ത് ഫംഗ്ഷനാ മോഹിതേ? ജോൺസണും മുരളിയേട്ടൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു, ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു. എവിടെ ഋഷി? മോളിലുണ്ട്. ഞാൻ കണ്ടിട്ട് വരാം. പറ, ഇന്ന് എന്ത് ഫംഗ്ഷനാ? ജുവലിന്റെ ബർത്ത്ഡേയാ. ആണോ? ആഹാ, ഇന്നേ ഏഞ്ചലിന്റെയും ബർത്ത്ഡേയാ. അകത്തേക്ക് ഇരുന്നോളൂ. ശരി. ചേച്ചി ഇങ്ങോട്ട് വന്നേ. ഇന്ന് ഏഞ്ചലിന്റെ ബർത്ത്ഡേ ആണെന്ന് ആരും അറിയണ്ട, പ്രത്യേകിച്ച് മുരളിയേട്ടൻ. അതെന്താ മോഹിതേ? ഏഞ്ചലിനും കൂടി ചേർത്ത് സെലിബ്രേഷൻ ഒരുക്കിയില്ലല്ലോ എന്നുള്ള സങ്കടമായിരിക്കും മുരളിയേട്ടന്. പിന്നെ മൂഡ് സ്പോയിൽ ചെയ്യണ്ട. ആണോ? എങ്കിൽ ശരി. മോള് കേട്ടല്ലോ, ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ല കേട്ടോ. നിങ്ങള് വാ, എന്തേലും കുടിക്കാം. ജുവൽ എവിടെ ആന്റി? അവള് മുകളിലുണ്ട്, നമുക്ക് എന്തേലും കുടിച്ചിട്ട് അവളുടെ അടുത്ത് പോവാം. വാ വാ മോനെ. പറഞ്ഞ സമയത്ത് വന്നൂടാ. ഓ,
നമ്മൾ വാച്ച് നോക്കിയിട്ടൊന്നും വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലല്ല സാറേ. എന്നാലും കാശണി വാങ്ങുമ്പോ കുറവൊന്നുമില്ലല്ലോ. സാറ് പണി എന്താന്ന് പറ. ഇതെന്താ സാറേ, ന്യൂ ഇയർ ആഘോഷമാണോ? അല്ലടാ, പൂത്തിരുവാതിര. നിന്നോട് ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞൊക്കെ മറന്നോ? ഓ, ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലേ? ഇതിനിടയിലല്ലേ നിന്നോട് തിരികെ കയറി കൊച്ചിനെ കൊണ്ട് മുങ്ങാൻ പറഞ്ഞത്? ഓ, അത് ശരിയാണല്ലോ. എന്നാ പിന്നെ ഞാൻ കേറിട്ടോ. അവിടെ നിൽക്കേ. ഇത് നല്ല കൂത്ത്. കേറാൻ പറയുന്നത് സാറേ, ഇറങ്ങാൻ പറയുന്നത് സാറ്. മിണ്ടരുത്. എടാ, ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഗസ്റ്റുകൾ കൂടിക്കഴിഞ്ഞാ നിന്നെ ആരും ശ്രദ്ധിക്കില്ല. അതിനിടയില് കൊച്ചിനെയും കൊണ്ട് കടക്കുന്നത് നിന്റെ മിടുക്ക്. ഒരു ലോക്കൽ ചട്ടമ്പിയെ ഏൽപ്പിച്ചാലും എനിക്ക് ഈ കാര്യം സാധിക്കാവുന്നതേ ഉള്ളൂ. തെരുവ് സർക്കസുകാരൻ വിക്കി ചെയ്ത് ഏൽപ്പിക്കുന്നത് സംഗതികള് നാച്ചുറൽ ആയിരിക്കാൻ വേണ്ടിയാ. ഭൂമിനാഥന്റെ ബന്ധുത്വത്തിലുള്ളൊരു വീട്ടിലത് നടക്കുന്നത്. അതൊരു കിഡ്നാപ്പിംഗ് ആയിരിക്കരുത്. സർക്കസ്, മാജിക്, കൺകെട്ട്, അങ്ങനെ കുട്ടികളെ ആകർഷിക്കാനുള്ള വിദ്യകളെല്ലാം നിന്റെ കയ്യിലുണ്ട്. നീ അവളെ തട്ടിക്കൊണ്ടുപോവല്ല, അവള് നിന്റെ പിന്നാലെ ഇറങ്ങി വരിക വേണ്ടത്. മനസ്സിലായോ? നീ ഒരു കുഴലൂത്തുകാരന്റെ കഥ കേട്ടിട്ടുണ്ടോ? ഒരു നഗരത്തിലെ കുട്ടികളെ മുഴുവൻ കുഴലൂതി മയക്കി നദിയിൽ കൊണ്ടുപോയി മുക്കിക്കൊന്ന കുഴലൂത്തുകാരന്റെ കഥ. അയ്യോ, എന്റെ പൊന്നു സാറേ, ഊത്ത് മാത്രം ഞാൻ പഠിച്ചിട്ടില്ല. ഓ, ഇവനെ കൊണ്ട് നിനക്കൊന്ന് ചെയ്തു തരാൻ പറ്റുമോ? സാറിനിപ്പോ എന്താ വേണ്ടേ? ആ കൊച്ചിനെ ഞാൻ ഇവിടുന്ന് കടത്തിക്കൊണ്ടു പോണം. അതും അവള് തന്നെ എന്റെ പിന്നാലെ ഇറങ്ങി വരികയും വേണം. ആ, അത് തന്നെ. ഏറ്റു സാറേ, ഡൺ. ഇവനെ കൊണ്ട് വല്ലതും നടക്കും. എന്താ കൂടാലോചന? എനിക്ക് മനസ്സിലായി. എന്തു കൂടാലോചന? എന്നോടൊന്നും ഒളിക്കണ്ട. ഞാനെന്ത് വിളിക്കാൻ? സത്യം പറ, ബർത്ത്ഡേ ഫംഗ്ഷന് കൊള്ളൂത്തുകാരനെ ബുക്ക് ചെയ്യല്ലായിരുന്നോ നീ? അതെ അതെ, അത് പറ. കിളവന്റെ ചെവി പാതി അടിച്ചു പോയത് രക്ഷയായി. ആ ഡാൻസേഴ്സ് ഒക്കെ എവിടെ? കുട്ടികളെത്തി? എല്ലാം സെറ്റാ. കുട്ടികളെവിടെ? അവരൊക്കെ ഇടയ്ക്ക് വന്നങ്ങ് ജോയിൻ ചെയ്തോളും. നിങ്ങൾ തുടങ്ങിക്കൂ. ഓക്കെ. കുറുമ്പത്തി ചുന്ദരി നീ ചൂളമിടാൻ പോര്, പകലിലെ പൊൻവെയിലെ താളമിടാൻ കൂടെ, കുഞ്ഞുമണി കണ്ണിറയിൽ കൗതുകത്തിൻ കൂടെ, മനസ്സിൽ വന്നിരുന്നിനി പൂങ്കുയിലെ പാട്, പെണ്ണലിട്ടൊരുഴലാടി മഞ്ഞ പുള്ളികൾ, കാത്തിരുന്ന കൂട്ടുമായി ചാരിയാടിക, കൊമ്പനാന മേലയോമൽ കുഞ്ഞു തുമ്പിയായി, അന്ന് ദൂരെയുള്ള കുന്നിലൊന്നു പോയി വരാം. കുറുമ്പത്തി ചുന്ദരി നീ ചൂളമിടാൻ പോര്, പകലിലെ പൊൻവെയിലെ താളമിടാൻ കൂടെ, കുഞ്ഞുമണി കണ്ണിണയിൽ കൗതുകത്തിൻ കൂടെ, മനസ്സിൽ വന്നിരുന്നിനി പൂങ്കുയിലെ പാട്. തൂവാനക്കൊമ്പത്തെ പൂന്തിങ്കൾ പൂമ്പാറ്റേ, തൂവലോടുമീ കുഞ്ഞു നെറ്റിമേൽ ചന്ദനത്തണുപ്പ് പോലെ ഉമ്മ വെച്ചിടാം. ഈ മൂടൽ മഞ്ഞിന്റെ പാൽ പൊയ്കൽ ഭൂമിയേട്ടാ, പിഞ്ചു പൈകിളി നിന്നി നെഞ്ചിലേ പാട്ടുകൊണ്ട് ഒന്ന് നിർത്ത.
ചാൻസ് ഉള്ളൂ. നീ ഒന്ന് പിടയ്ക്കാതെ നിക്കാശേ. ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ ഇവിടെ പാട്ടും കൂത്തും കണ്ടോണ്ട് നിൽക്കാൻ എന്റെ തലയ്ക്ക് ഓളാണെന്നാണോ കരുതിയിരിക്കുന്നത്? നടന്നാ മതി. ആ നിങ്ങൾ തുള്ളിക്കോ പിള്ളേരെ. കുറുമ്പത്തി ചുന്ദരി നീ ചൂളമിടാൻ പോരെ, പകലിലെ പൊൻവെയിലെ താളമിടാൻ കൂടെ, കുഞ്ഞുമണി കണ്ണിറയിൽ കൗതുകത്തിൻ കൂടെ, മനസ്സിൽ വന്നിരുന്നിനി പൂങ്കുയിലെ പാട്, പെണ്ണലിട്ടൊരുരാടി മഞ്ഞുതുള്ളികൾ. ശരി മോഹിതേ, ഇന്നലെ രാത്രി ഞാനൊരു തമാശ പറഞ്ഞാണെന്ന് കരുതിയോ മോള്? എന്താ അങ്കിൾ? ആ മുദ്രപത്രത്തെ ഒപ്പിടിക്കുന്ന കാര്യം അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന സന്തോഷമൊക്കെ ഒരു നീർക്കൊമ്പള പോലെ അങ്ങ് പൊട്ടും. മോള് കണ്ടതല്ലേ അവരൊക്കെ എന്ത് സന്തോഷത്തിലാണെന്ന്? അത് നീയായിട്ട് നശിപ്പിക്കണം. ഇപ്പോഴാണെങ്കിൽ നല്ല കറക്റ്റ് സിറ്റുവേഷനാ. അവളുടെ ബർത്ത്ഡേക്ക് അവൻ ലക്ഷങ്ങൾ പൊടിക്കുമ്പോ തന്നെയല്ലേ അവനല്ല അതിന്റെ തന്തയെന്നറിയേണ്ടത്. പ്ലീസ് അങ്കിൾ. ഓരോരുത്തരെ അറിയിക്കാൻ നേരിൽ പോയി കണ്ടോ ഫോൺ ചെയ്തോ ബുദ്ധിമുട്ടണ്ട. ബന്ധപ്പെട്ട കക്ഷികളെയെല്ലാം ആ പൊട്ടൻ തന്നെ വിളിച്ചു വരുത്തിയിട്ടുണ്ടല്ലോ. അങ്കിൾ പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. അത്രയ്ക്കൊന്നും നീ ബുദ്ധിമുട്ടണ്ട. ചെറിയൊരു ഒപ്പിടിച്ചാ മതി. നിന്റെ തീരുമാനം മറിച്ചാണെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. സാറ പ്രസവിച്ച കുഞ്ഞുങ്ങളിൽ ഒന്നിനെ മുരളിയുടേതാണെന്ന് പറഞ്ഞ് കള്ളക്കച്ചവടം നടത്തിയ ഡോക്ടർ ശ്രീജ പ്രകാശ് ഇപ്പൊ ഇവിടെ എത്തും. 7 വർഷം മുമ്പത്തെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് അടക്കമുള്ള ഫുൾ ഡീറ്റെയിൽസ് അവരുടെ കയ്യിലുണ്ട്. അത് പ്രസന്റ് ചെയ്ത് ഫുള്ളി കൺവിൻസിംഗ് ആയിട്ടായിരിക്കും അവര് മുരളിയെ ഇക്കാര്യം ബോധ്യപ്പെടുത്തുന്നത്. ഇക്കാര്യം ഇപ്പൊ പറഞ്ഞതുകൊണ്ട് ആ ഡോക്ടർ പെണ്ണുപിള്ളയ്ക്ക് എന്തിന്റെ ലാഭമെന്നായിരിക്കും നീ ചിന്തിക്കുന്നത്. ഒരുപാട് ലാഭങ്ങളുണ്ട്. ഒന്ന് സ്വന്തം ജോലി, പിന്നെ മുന്നോട്ടുള്ള ജീവിതം. പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവളുടെ പണി തെറിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിലുള്ള കംപ്ലൈന്റ്. ലോകത്തൊരു ഹോസ്പിറ്റലിലും ഒരു ഡിസ്പെൻസറിയിലും ജോലി കിട്ടില്ല എന്ന് മാത്രമല്ല, സ്വന്തമായിട്ടൊരു പനി വന്നാൽ പോലും അവളായിട്ടൊരു പാരസെറ്റാമോൾ പോലും പ്രിസ്ക്രിപ്ഷൻ എഴുതില്ല. ഒരു മുഴുക്കുടിയന്റെ ഭാര്യയാകാൻ വേണ്ടി വീടും വീട്ടുകാരെയും തുറച്ച ഒരു പെണ്ണിന്റെ ജീവിതം നായ നക്കാൻ ഇതിലപ്പുറം എന്തെങ്കിലും വേണോ മോഹിതേ? അതിനെല്ലാം അപ്പുറം പാരിതോഷികമായിട്ട് അവളുടെ ജീവിതത്തിൽ ചെറുതല്ലാത്തൊരു തുക അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പിന്നെ അവള് വരില്ലേ മോളെ? വന്ന് പറയില്ലേ? മനുഷ്യന് പണമല്ലേ മോളെ പ്രധാനം? ആ നടക്കട്ടെ പാട്ടും ഡാൻസും ഒക്കെ.
നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് റോഷൻ. പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല, പക്ഷേ പരിചയമുള്ള ഒരാൾ അകത്തിരിപ്പുണ്ട്. വിളിക്കട്ടെ? ലൂസിഫർ. അതെടാ, ലൂസിഫർ ആന്റണി തന്നെ. ഉറക്കത്തിലും ഉണർച്ചയിലും നീ നിന്റെ ഹൃദയപാളികളിൽ മുദ്ര കുത്തി വെക്കേണ്ട പേര്. നീ നിനക്കെന്താ വേണ്ടേ? പറഞ്ഞു. നിനക്കെന്താ വേണ്ടേ? റോഷ, ലൂസിഫർ ജയിക്കാൻ വേണ്ടി കള്ളം കാണിക്കാറുണ്ട്, പക്ഷേ കള്ളം പറയാറില്ല. ഞങ്ങൾ ഇരുട്ടിന്റെ സന്തതികൾ, നീ വെളിച്ചത്തിന്റെ പക്ഷത്തും. അതുകൊണ്ട് അറിയാവുന്നതിനെ പറ്റി അജ്ഞത നടിക്കരുത്. പറ, നീ അതെവിടെയുണ്ട് ഇപ്പൊ? അതെന്റെ കയ്യിൽ നിന്ന് കൈമോശം വന്നു. എവിടെ വെച്ച്? കടലിൽ വെച്ച് തന്നെ. അതായത് ഇപ്പോഴാ വസ്തു കടലാഴങ്ങളിൽ എവിടെയോ വിശ്രമിക്കുന്നുവെന്ന്. അല്ലെങ്കിൽ സ്രാവോ തിമിംഗലമോ വിശിഷ്ട ഭോജ്യമായി സേവിച്ചിട്ടുണ്ടാകാം ആ തിരുശേഷിപ്പ്. ഇനിയും കരക്കടിയുന്ന ഏതെങ്കിലും തിമിംഗലത്തിന്റെ വായിന്നോ വയറ്റിന്നോ മുത്തും പവിഴവുമായി പുനരവതരിക്കോ റോഷാദ്? അറിയുമോ നിനക്ക്? ലോകമെമ്പാടും ഇപ്പോഴവനുള്ള പള്ളികളെക്കാളും വിശ്വാസികളെക്കാളും കൂടുതലാ അവനു വേണ്ടി രക്തസാക്ഷികളായവരുടെ സംഖ്യ. അന്തമില്ലാത്ത കുരിശുയുദ്ധങ്ങളും പടത്തലവന്മാരായ മാർപ്പാപ്പമാരും അവന്റെ ശക്തി വർദ്ധിപ്പിച്ചിട്ടില്ല. കുരിശിൽ തറച്ചവൻ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നെങ്കിലും ഇപ്പോഴും ജയിച്ചു നിൽക്കുന്നത് ഞങ്ങള് തന്നെയാണ്. അവന്റെ പ്രവാചകന്മാരുടെയും സാക്ഷ്യം പറയാനെത്തിയവരുടെയും ചോര ഒന്നിച്ചാണ് ഒഴുകിയിരുന്നതെങ്കിൽ ഈ ഭൂമി തന്നെ ആ കുത്തൊഴുക്കിൽ ഒലിച്ചു പോയനെ. അതിലൊരു കുഞ്ഞുതുള്ളിയാവാനുള്ളതേ ഉള്ളൂ നിന്റെ ജീവൻ. ഇത്രയൊക്കെ കേട്ടിട്ടും 2000-ലേറെ വർഷം മുമ്പ് കുരിശിൽ ചത്തൊടുങ്ങിയവന്റെ സുവിശേഷത്തിനു വേണ്ടി ചിന്താനുള്ളതാണ് നിന്റെ ചോരയെങ്കിൽ മോനെ രോഷ, 7 വർഷത്തിനു ശേഷം നീ തേടിത്തിരഞ്ഞ് കണ്ടുപിടിച്ച നിന്റെ ഭാര്യയെയും അതിനൊപ്പം പ്രായമെത്തിയ മോളെയും നീ അങ്ങ് മറന്നേക്ക്. പിശാചുക്കളുടെ തമ്പുരാനായ ബെയ്സബൂൽ, അവിടുത്തെ പുത്രനായ ഈ ലൂസിഫർ ആ തിരുഹിതമങ്ങ് നിറവേറ്റുന്നു. നീ ഇവിടുത്തെ വേലക്കാരിയാണോ? കുറച്ച് അന്തസ്സിലൊക്കെ നിക്കടി. അമ്മച്ചിയല്ലേ പറഞ്ഞത് ഇത് നമ്മുടെ സ്വന്തം വീടാന്ന്. അവിടെ നിക്കടാ. പോയേ.
എവരിവൺ പ്ലീസ് ലിസൺ. നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ്, ഇന്നത്തെ ദിവസത്തിന്റെ സർപ്രൈസ് ദാ എത്തിച്ചേരുകയാണ്. ശ്രീജ ഡോക്ടറോ? വരണം വരണം. ഭൂമിനാഥൻ എവിടെ? ഞാനിവിടെ ഉണ്ട് ഡോക്ടറെ. മുരളിയെ സംബന്ധിച്ച് ഞാൻ ദൈവത്തെ പോലെയാണെന്ന് മോഹിത പറഞ്ഞു. പക്ഷേ രണ്ടാളും ജുവലിന്റെ ബർത്ത്ഡേക്ക് എന്നെ ക്ഷണിച്ചില്ല. ക്ഷമിക്കണം ഡോക്ടറെ, ഞാൻ വിട്ടുപോയത്. ഓക്കെ. ഭൂമിനാഥൻ വിളിച്ചിട്ടാ ഞാൻ വന്നത്. മുരളി ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കണം, എന്നിട്ട് പോണം. ജുവലിന്റെ 7ാമത്തെ ബർത്ത്ഡേക്കെങ്കിലും ഞാനിത് പറയാതിരിക്കുന്നത് ശരിയല്ല. ഇത് ജുവലിന്റെ മാത്രം ബർത്ത്ഡേ അല്ല. പിന്നെ ആരുടെ? വന്നല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ ചീഫ് ഗസ്റ്റ്. തട്ടിയിടല്ലേ മക്കളെ. വെൽക്കം അജയ. ഞങ്ങളുടെ ഈ കൊച്ചു ലോകത്തെ വലിയ അത്ഭുതമായി സ്വാഗതം. എല്ലാം മാതാവിന്റെ അനുഗ്രഹം. മാതാവിന്റെ കുട്ടിപ്പട്ടാളം അല്ലേ? വേറൊരു കുടുംബത്തിൽ കൂടി ഉണ്ടായിരുന്നല്ലോ, കുഞ്ഞാറ്റ. ആളവിടെ? അവള് വന്നില്ല. നിങ്ങൾ ചെയ്യുന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട്. എല്ലാ കുഞ്ഞുങ്ങൾക്കും മാതൃകയാ നിങ്ങൾ. ഭാഗ്യം ചെയ്ത അച്ഛനമ്മമാരാ ഇവിടെ നിൽക്കുന്നത്. പിന്നെ അല്ലാതെ. സിനിമയിലും സീരിയലിലും ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എനിക്ക്. പക്ഷെ അതിൽ എനിക്ക് ഏറ്റവും വലുത് ഈ ഇരിക്കുന്ന ചെറിയ ആളാ. പരിമിതികളെ പഴി പറഞ്ഞിരിക്കാതെ നെഗറ്റീവുകളെ പോസിറ്റീവാക്കി സങ്കടം മാത്രം തരുമായിരുന്ന ജീവിതത്തെ നോക്കി ചിരിച്ചു കാണിച്ച കുട്ടികളുടെ സൂപ്പർ സ്റ്റാർ. അതെന്റെ മാത്രം കഴിവൊന്നുമല്ല മുരളി. നമുക്ക് തുടങ്ങി വെക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ
ദൈവം അത് പൂർത്തിയാക്കിക്കോളും. ദൈവം എവിടെയാ ഇരിക്കുന്നതെന്നറിയോ? അമ്പലത്തിലും പള്ളിയിലും ഒന്നുമല്ല, ഇവിടെയാ നമ്മുടെയൊക്കെ മനസ്സിൽ. നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അവിടെ ദൈവത്തെ കണ്ടെത്താനായില്ലെങ്കിൽ പള്ളിയിലോ അമ്പലത്തിലോ മുട്ടുകുത്തിയിട്ടോ കൈകൂപ്പിയിട്ടോ യാതൊരു കാര്യവുമില്ല. എങ്ങനെയാണ് ദൈവത്തെ കണ്ടെത്തുന്നതെന്നറിയോ? ജനിക്കുന്ന നേരത്ത് നമ്മളെല്ലാവരും നിഷ്കളങ്കരാണ്. കാപട്യവും പകയൊന്നും മനസ്സിലില്ല. മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനുമുള്ള ഒരു നീർച്ചാൽ ഒഴുകുന്നുണ്ടാവും ഹൃദയത്തിൽ. വളർന്നു വലുതാവുമ്പോൾ വാശിയും പകയെല്ലാം കൂടെ കയറി വന്ന് ആ ഉറവ അങ്ങ് അടച്ചു കളയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കുട്ടികൾ വളർന്ന് മുതിർന്നവരെ പോലെ ആവാനല്ല, മുതിർന്നവർ കുട്ടികളെ പോലെ ആവാനാണ് ശ്രമിക്കേണ്ടത്. മറ്റുള്ളവർക്ക് മുന്നിൽ ദൈവമാകാനുള്ള അവസരം ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാവും. വലിയൊരു അപകടം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും രക്ഷയില്ലാത്തൊരവസ്ഥ. ഇനി ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാലും ശരിയാകുമോ എന്നൊരു ഉറപ്പുമില്ല. അന്ന് ഒരു ഡോക്ടറാ എനിക്ക് മുമ്പിൽ ദൈവമായിട്ട് അവതരിച്ചത്. അദ്ദേഹം ഇല്ലെങ്കിൽ ഇന്ന് നിങ്ങളൊക്കെ കാണുന്ന ഈ രൂപത്തിൽ ഞാനിവിടെ ഉണ്ടാവുമായിരുന്നില്ല കേട്ടോ. ഈ കുട്ടി ഡോക്ടറാണല്ലേ? അതെ. ഡോക്ടർ എന്ന് പറഞ്ഞ ആരാന്നറിയോ? ഒരു തരത്തിൽ പറഞ്ഞ ദൈവം തന്നെയാ. ആയുസ് നീട്ടാനും ചുരുക്കാനുമുള്ള തന്റെ അധികാരം ദൈവം രണ്ടാൾക്കേ പകുത്തു കൊടുത്തിട്ടുള്ളൂ. ആദ്യത്തേത് അമ്മയാ, രണ്ടാമത്തേത് ഡോക്ടറും. മറ്റുള്ളവരുടെ സന്തോഷം കെടുത്താനല്ല, ഓരോ ജീവിതത്തിലും പ്രകാശത്തിന്റെ ഒരു തിരി കൊളുത്താനാണ് ദൈവം ശ്രമിക്കേണ്ടത്. കേട്ട മുരളി, കുറച്ച് തിരക്കുകൾക്കിടയിൽ ഞാൻ ഇങ്ങോട്ട് വന്നത് ഈ കുട്ടിപ്പട്ടാളത്തെ ഒന്ന് കാണാനും അഭിനന്ദിക്കാനുമാണ്. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. അങ്ങനെ ഞാൻ പറയില്ല, എന്നാലും തിരക്കെനിക്കറിയാം. മോള് ഹാപ്പി ബർത്ത്ഡേ മോളെ. മെനി മോർ റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു. എന്റെ വീട്ടിലും ഉണ്ട് ഇതുപോലെ ഒരാള്, ദീപ്തകീർത്തി. ഓക്കെ, കാണാം. ശരി.
എന്താ അവിടെ? അത് പിന്നെ ഞാൻ ഏത് പിന്നെ? വാഷ്റൂം ആ ഭാഗത്താ. അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ. എടാ അവിടെ എവിടുന്ന് വരുന്നിപ്പനൊക്കെ? ആ ഇപ്പോഴാണോ വരുന്നേ? നോക്ക്. അവൻ ഇങ്ങോട്ട് വന്നതായിട്ടാ കണ്ടത്. അങ്ങനെയാണെങ്കിൽ അവൻ ഈ മതിൽ ചാടിക്കാണും. നമുക്കും ചാടാം. വാ വാ. ബോസ്, എന്താ ബോസ്? എന്തെങ്കിലും പറ്റിയോ ബോസ്? എന്തിനാണ് മതില് ചാടിയത്? വരുന്ന വഴി ആരോ മതില് പടുത് വെച്ചു. ഈ വീടിന് ഗേറ്റ് ഉണ്ടെന്നുള്ള അറിയാൻ മേലെ? ഉണ്ടോ? തിരിച്ചു ചാടാ. ചാടാനാ പറഞ്ഞേ. എന്നിട്ടാ ഗേറ്റ് വഴി വാ. കിളവന് വട്ടാണ്. എന്താടാന്ന് പെറുപിറുക്കുന്നേ? ചാടാ. വേമ്പാടാ, ഇല്ലെങ്കിൽ ചിലപ്പോ അടി കിട്ടും. ബോസ് വലിയ ആളാന്നൊക്കെ പറഞ്ഞിട്ട് എന്താ റിയാക്ട് ചെയ്യത്തെ? ലൂസിഫർ ആണെന്നൊക്കെ പറഞ്ഞിട്ടേ അയാളുടെ വായിന്ന് വല്ലതും കേട്ട മോശാടാ. എന്നോടാ കളി? ഗേറ്റ് വഴി വാടാ. ബോസ്, എന്തായാലും പറ്റിയോ ബോസ്? ഒന്ന് പോടാ. നിന്റെ ഒരു ബോസ്. എണീറ്റ് വാടാ. ഡോക്ടറമ്മേ, അയാള് പോയി. ഇനി ഡോക്ടറമ്മ മുരളിയുടെ അടുത്ത് ചെന്ന് നല്ല വൃത്തിയും വെടുപ്പുമായിട്ട് കാര്യം പറയും. അത് വേണോ ഭൂമിനാഥ? ഭൂമിനാഥൻ ആവശ്യപ്പെട്ടതുപോലെ മോഹിത മുരളിയെ കൊണ്ട് മുദ്രപത്രത്തിൽ ഒപ്പിടിയിച്ചില്ല. പക്ഷേ ആ രഹസ്യം വെളിയിൽ വിട്ടതുകൊണ്ട് ഭൂമിനാഥൻ എന്ത് പ്രയോജനം? ചില ജീവിതങ്ങൾ തകർക്കാന്നല്ലാതെ. ഡോക്ടറമ്മ അങ്ങനെ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. പറഞ്ഞ പോലെ അങ്ങ് ചെയ്താ മതി. ഇല്ലെങ്കിൽ അറിയാലോ, IMA ഡിസ്ബാറിംഗ്, പട്ടിണി, ഊറുചുറ്റൽ, പിന്നെ പ്രകാശന്റെ കള്ളുകൂടി. ഇതുകൊണ്ട് എനിക്ക് സാമ്പത്തിക ലാഭം ഇല്ലാന്ന് കരുതി ഡോക്ടറമ്മയ്ക്ക് തരാന്ന് പറഞ്ഞ പണത്തിൽ ചില്ലി പൈസ കുറവുണ്ടാവില്ല. 10 ലക്ഷം എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. പണമല്ലേ ഡോക്ടറമ്മ മനുഷ്യന് പ്രധാനം. പോയി പറയ മുരളിയുടെ അടുത്ത്. അവിടെ ഒരു